Welcome to Homemade. ഹലോ വെൽക്കം ടു ഹോം മെയ്ഡ്. ഞാൻ രമ്യ സുർജിത്ത്. ഇന്ന് ഞാൻ 2 മിനിറ്റ് കൊണ്ട് നമുക്ക് തട്ടിക്കൂട്ടി എടുക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. അത് കുട്ടികൾക്ക് കൊടുക്കാൻ വളരെ നല്ലതാണ്. സ്കൂളിൽ പോകുന്നതിന് മുന്നേ രാവിലെയും കൊടുക്കുക, അല്ലെങ്കിൽ വൈകിട്ട് സ്കൂളിൽ നിന്ന് വരുന്ന സമയത്താണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റിയതാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം 1 കപ്പ് അവലൊന്ന് ചെറുതായിട്ട് വെള്ളത്തിൽ കുതിർത്തെടുക്കണം. അല്ലെങ്കിൽ ഒന്ന് കഴുകിയെടുക്കാവാം. ഞാനിവിടെ വെളുത്ത കനം കുറഞ്ഞ അവലാണ് എടുത്തിരിക്കുന്നത്. ഒരു ബൗളിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മളതൊന്ന് ചെറുതായിട്ടൊന്ന് കഴുകിയെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ കനം കുറഞ്ഞ അവലിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് നല്ല ചുമന്ന നിറത്തിൽ നല്ല കട്ടിയുള്ള അവൽ വാങ്ങിക്കാൻ കിട്ടില്ലേ, അത് കുറച്ചുകൂടെ ടേസ്റ്റാണ് ഇതുപോലെ ചെയ്തെടുത്താൽ. അപ്പോൾ എനിക്കത് കിട്ടാത്തത് കൊണ്ട് ഞാനിത് എടുത്തുവെന്നേ ഉള്ളൂ, ഈ കനം കുറഞ്ഞ അവൽ എടുത്തുവെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളത് ഇതുപോലെ അവൽ കുതിർത്ത് വയ്ക്കുക. അതിനുശേഷം ഒരു ബൗളിലേക്ക് ചെറിയ പഴം, ഞാലിപ്പൂവൻ പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്, 2-3 പഴം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഈ ഞാലിപ്പൂവൻ പഴം അല്ലെന്നുണ്ടെങ്കിൽ റോബസ്റ്റ അങ്ങനെ ഏതെങ്കിലും എടുക്കാം. സാധാരണ പാളയംകുടൻ അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല, ഒരു ചെറിയ പുളിപ്പുള്ളതുകൊണ്ട് ഇതിന് അത്രയും ടേസ്റ്റ് വരില്ല. ഇതിനകത്തേക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കര ഒന്ന് ചീകിയെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പാനിയാക്കി വേണമെങ്കിൽ അരിച്ച് അങ്ങനെയും ചേർക്കാം. നല്ല ശർക്കരയാണെങ്കിൽ ഇതുപോലെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശർക്കരയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരയും ചേർക്കാം, കുഴപ്പമില്ല. പിന്നെ ഇതിനകത്തേക്ക് 1 ടീസ്പൂണോളം നല്ല നെയ്യ് ചേർത്ത് കൊടുക്കുക. നാടൻ നെയ്യ് കിട്ടുകയാണെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കുക. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നാടൻ നെയ്യാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളത്. അപ്പോൾ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അവൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് 1-2 കപ്പ് പാല്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പാല് നന്നായിട്ട് തിളപ്പിച്ച് നല്ല ചൂടോടെ തന്നെ നമുക്കിതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 1.5-2 കപ്പ് വരെ പാല് വേണ്ടി വരും. ഇത് നന്നായിട്ട് എല്ലാം മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം പാല് ചേർക്കാനായിട്ട്. അപ്പം നല്ല ചൂട് പാലാകുമ്പോഴാണ് ഈ നെയ്യെല്ലാം കൂടെ ചേരുമ്പോഴേക്കും ടേസ്റ്റ് കൂടുതൽ കിട്ടുക. അപ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ട് അലിഞ്ഞു വരും. അതിന് വേണ്ടിയിട്ടാണ് നല്ല തിളച്ച ചൂട് പാൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അത് അധികം തണുക്കാതെ തന്നെ ചൂടോടെ തന്നെ കഴിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ അവൽ കുതിർക്കാൻ പറഞ്ഞത് നമ്മൾ ഈ ചൂടോടെ കഴിക്കുമ്പോഴേക്കും കട്ടിയുള്ള അവലാണെന്നുണ്ടെങ്കിൽ അത് അലിഞ്ഞു വരാനായിട്ട് ടൈം എടുക്കും. അതുകൊണ്ടാണ് ചെറുതായിട്ടൊന്ന് കുതിർത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അധികം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ആ ചൂട് നെയ്യൊക്കെ ചൂട് പാലിൽ കിടന്ന് ഉരുകി വരുമ്പോഴേക്കും നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. രാവിലെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് കൊടുക്കാൻ വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.